അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ് ആർത്തവം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സ്ത്രീകളിൽ അവരുടെ പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം. പ്രായപൂർത്തിയാകുന്ന കാലം തൊട്ട് ആർത്തവ വിരാമം വരെ ഏകദേശം എല്ലാ മാസവും ഇത് സംഭവിക്കുന്നു. അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായാൽ അവർ നോമ്പ് അനുഷ്ഠിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാറില്ല. അതാണ് അവരുടെ മതത്തിൻ്റെ കുറവ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്. ആർത്തവക്കാരി നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. നിർബന്ധ നോമ്പ് മറ്റൊരവസരത്തിൽ നോറ്റ് വീട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പുറപ്പെട്ടു. ഹജ്ജു ചെയ്യുക എന്ന ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സരീഫിൽ എത്തിയപ്പോൾ എനിക്ക് ആർത്തവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുക്കൽ കടന്നു വന്നു. ഞാൻ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിനക്കെന്തു സംഭവിച്ചു? ആർത്തവം തുടങ്ങിയോ? അതെ എന്നു ഞാൻ ഉത്തരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണത്. അതുകൊണ്ട് മറ്റു ഹാജിമാർ ചെയ്യുന്നത് പോലെ നീയും ചെയ്യുക. എന്നാൽ കഅബയെ തവാഫ് ചെയ്യരുത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാർക്ക് വേണ്ടി പശുക്കളെയാണ് അന്ന് ബലി കഴിച്ചത്. ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആർത്തവകാരി തവാഫ് ചെയ്യാൻ പാടില്ല. സഫ മർവകൾക്കിടയിലെ നടത്തം, അറഫയിൽ നിൽക്കൽ, മുസ്ദലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടൽ, മിനായിൽ താമസിക്കൽ, കല്ലേറ് നടത്തൽ തുടങ്ങി തവാഫല്ലാത്ത എല്ലാ കർമ്മങ്ങളും അവർക്ക് നിർവഹിക്കാം. തവാഫ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സഫ മർവകൾക്കിടയിൽ വെച്ച് ഒരു സ്ത്രീ ആർത്തവകാരിയായി എന്ന് കരുതുക. അതവൾ പ്രശ്നമാക്കേണ്ടതില്ല. അവൾക്ക് തുടർന്നുള്ള കർമ്മങ്ങളെല്ലാം നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലിയ അശുദ്ധിക്കാർക്കും ആർത്തവകാരിക്കും പള്ളിയിൽ പ്രവേശനം ഞാൻ അനുവദിക്കുകയില്ല. ആർത്തവകാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ്. സൂറ ബഖറ 222 ആയയിലൂടെ അള്ളാഹു പറയുന്നു, ആർത്തവത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു മാലിന്യമാകുന്നു. അതിനാൽ ആർത്തവഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. അവർ ശുദ്ധിയാകുന്നതുവരെ അവരെ സമീപിക്കുവാൻ പാടില്ല. എന്നാൽ അവർ ശുചീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊള്ളുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും. ഈ ഹദീസിലൂടെ അള്ളാഹു ലൈംഗിക വീഴ്ച മാത്രമേ വിരോധിക്കുന്നുള്ളൂ. ഈ കാലയളവിൽ ഭാര്യയുമായി അകന്നു നിൽക്കൽ ഇസ്ലാമിലില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആർത്തവകാരിയായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. ബുഖാരി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആർത്തവകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്. ആർത്തവ സമയത്ത് സ്ത്രീയെ ത്വലാഖ് ചൊല്ലുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ആർത്തവകാരി ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. എന്നാൽ
ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. ശുദ്ധിയോടെയല്ലാതെ ഖുർആൻ സ്പർശിക്കരുതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്നാൽ ആർത്തവകാരിക്ക് ഖുർആൻ സ്പർശിക്കാതെ അത് പാരായണം ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ മുസ്ഹഫ് അല്ല. അതിനാൽ അതിൽ നോക്കി പാരായണം ചെയ്യാം. ആർത്തവരക്തം നിന്നുപോയാൽ കുളിച്ചു ശുദ്ധിയാകൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് ആർത്തവമുണ്ടാകാറുള്ള നാളുകളിൽ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുക. ശേഷം നിങ്ങൾ കുളിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. ബുഖാരി, മുസ്ലിം എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 3 മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ്. സൂറ അൽ-ബഖറ 228 ആയയിലൂടെ അല്ലാഹു പറയുന്നു. സൂക്ഷിച്ചു ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.